പ്രോട്ടോൺ സ്പീക്കർ പദവിയിലേക്ക് തന്നെ പരിഗണിക്കാതിരുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം. പാർലമെന്റിൽ പാലിച്ചു പോന്ന കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചു. ജനാധിപത്യത്തിൻ്റെ കടയ്ക്കൽ കത്തിവെച്ച് നിയമങ്ങൾ പാസ്സാക്കാൻ ഇത്തവണ ഇന്ത്യ മുന്നണി അനുവദിക്കില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു. 8 തവണയാണ് കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 17 ലോക്സഭ വരെ പ്രതിപക്ഷത്തായിരുന്നാലും ഭരണപക്ഷത്തായിരുന്നാലും ആരാണോ മുതിർന്ന അംഗം ഏറ്റവും കൂടുതൽ കാലയളവിൽ സഭയിൽ അംഗമായിരുന്നത് അത് ആ ആളിനെ പ്രോട്ടേം സ്പീക്കറായി ഇരുത്തിക്കൊണ്ടാണ് ലോക്സഭ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അതൊരു കീഴ്വഴക്കമാണ്. രാഷ്ട്രീയമായ കാരണങ്ങളാലാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുന്ന നടപടികൾ നടക്കുകയില്ലെന്ന് ഇന്ത്യ സഖ്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. കൊടിക്കുന്നിൽ സുരേഷ്, ശരിക്കും കൊടിക്കുന്നിൽ സുരേഷ് മാത്രമല്ല, മിക്ക ആളുകളും അദ്ദേഹം തന്നെയായിരിക്കും പ്രോട്ടേം സ്പീക്കർ എന്ന് പ്രതീക്ഷിച്ചു. കാരണം ഇതുവരെ ഈ കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടില്ല. ഭരണഘടനയിൽ ഇതിനെക്കുറിച്ച് പ്രത്യേക പ്രൊവിഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഏറ്റവും പരിചയസമ്പന്നനായ അനുഭവസമ്പന്നനായ ആൾ തന്നെയായിരിക്കും പ്രോട്ടേം സ്പീക്കർ ആവുക. അതും അദ്ദേഹത്തിൻ്റെ ടേം തന്നെയായിരുന്നു മുഖ്യ പരിഗണന. അപ്പോൾ 8 തവണ മത്സരിച്ച് വിജയിച്ച ആൾ ആയില്ല, 7 തവണ മത്സരിച്ച് വിജയിച്ച ആൾ പ്രോട്ടേം സ്പീക്കർ ആകുന്നു എന്നുള്ള കാര്യമാണല്ലോ വന്നിരിക്കുന്നത്. പറയും. SKN പാർലമെൻറ്റിലെ ലോക്സഭയിലെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ഏറ്റവും മുതിർന്ന MP ആണ് പ്രോട്ടേം സ്പീക്കറായി കാര്യങ്ങൾ നോക്കുന്നത്. ആ കീഴ്വഴക്കമാണ് ഇത്തവണ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് വളരെ രൂക്ഷമായാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത്. കാരണം സാങ്കേതികമായി അദ്ദേഹമായിരുന്നു സീനിയോറിറ്റി അനുസരിച്ച് പ്രോട്ടേം സ്പീക്കറായി ചുമതലയേൽക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് തഴഞ്ഞുകൊണ്ടാണ് മറ്റൊരാളെ BJP അംഗത്തെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ശുപാർശ ചെയ്യുന്നത്. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് കേന്ദ്ര സർക്കാർ തന്നെ തഴഞ്ഞത്. ഇതുവരെ പാർലമെൻറ്റിൽ പാലിച്ചു പോകുന്ന കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടു. ഒരു സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരവും മറ്റും ഉണ്ടാകുന്നൊരു ഘട്ടത്തിൽ BJP ഇതര MP ഈ പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നാൽ അത് തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ തന്നെ പരിഗണിക്കാതിരുന്നത്. ഒരു ദളിത് അംഗം ഇത്തരത്തിൽ ദളിത് അംഗത്തിൻ്റെ മുന്നിൽ BJP MPമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മടി കൊണ്ടാണോ തന്നെ ഈ പദവിയിൽ നിന്ന് മാറ്റിയെന്നൊരു ചോദ്യവും അദ്ദേഹം ഇതാക്കുന്നുണ്ട്. എന്തായാലും എന്ത് പറയുകയാണെങ്കിലും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ തഴഞ്ഞതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആവർത്തിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ 2 കേന്ദ്ര സർക്കാരുകൾ 2 ഭരണത്തിലും ഒന്നാം മോദി സർക്കാരും 2ാം മോദി സർക്കാരും വലിയ ഭൂരിപക്ഷത്തിലാണ് ഭരിച്ചിരുന്നത്. ഈ ഘട്ടങ്ങളിൽ ഏകപക്ഷീയമായി ബില്ലുകൾ പാസാക്കിയ ഒരു നടപടി ഉണ്ടായിരുന്നു. ഇത് ഇത്തവണ എന്തായാലും അനുവദിക്കില്ല എന്നും ഇന്ത്യ മുന്നണി ഇതിനെതിരെ കൃത്യമായി ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഇത്തരം സമീപനങ്ങൾക്കെതിരെ കൃത്യമായി ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു വെക്കുന്നത് മുമ്പ് BJPയും NDAയും എല്ലാം ഭരിച്ച ഘട്ടങ്ങളിലും ഒപ്പം തന്നെ കോൺഗ്രസും ഭരിച്ച ഘട്ടങ്ങളിലെല്ലാം തന്നെ പ്രോട്ടേം സ്പീക്കർ പദവിയിൽ ഏറ്റവും മുതിർന്ന അംഗത്തെയാണ് നിയമിക്കാറുണ്ടായിരുന്നത്. എന്തായാലും ആ കീഴ്വഴക്കം ഈ പ്രാവശ്യം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഭയം കൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇതിനെതിരെ കൃത്യമായ പ്രതിഷേധം ഉയർത്തുമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിൽ വലിയൊരു നിരാശയും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ കടുത്ത പ്രതിഷേധം